ധനുഷ് പൊട്ടിച്ച് കളഞ്ഞു. സുഹൃത്തെ, ഞാൻ ഇപ്പോഴും പറയാണ്, ആ ഒരു വാശിയും മാർജവും നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ 100% നമുക്കുള്ളതാണ് ഈ ലോകം, ധീരന്മാർക്കുള്ളതാണ് ഈ ലോകം, സ്മാർട്ട് വേക്കാർക്കുള്ളതാണ് ഈ ലോകം എന്ന ബോധ്യത്തോടുകൂടി ആഞ്ഞടിക്കാനുള്ള ഒരു ആംബിയർ നമ്മൾ കാണിക്കണം. സുഹൃത്ത്, 1903 ആദ്യമായിട്ട് 2 ചെറുപ്പക്കാരെ വിമാനം പറത്തുമെന്ന് പറഞ്ഞപ്പോ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന അമേരിക്കയിലെ പത്രം വിധി എഴുതി 2 പിള്ളേർ ലോകത്തെ പറ്റിക്കുന്നു, മനുഷ്യരെ പറപ്പിക്കുമെന്ന് പറയുന്നു. സുഹൃത്ത്, പിള്ളേർക്കല്ല തെറ്റിയത്. 1903 ആദ്യമായിട്ട് വിമാനം പറത്തിയപ്പോ ന്യൂയോർക്ക് ടൈംസിന് തെറ്റി, പിള്ളേർ വിജയിച്ചു. 1955 ആദ്യമായിട്ട് അമേരിക്ക വിയറ്റ്നാമിൽ യുദ്ധത്തിന് പോയപ്പോ ലോകം മുഴുവൻ പറഞ്ഞു, ഈ പീറ രാജ്യമോ അമേരിക്കയായിട്ട് യുദ്ധം ചെയ്യാൻ പോണേ, കഷ്ടം. പക്ഷെ 20 വർഷത്തിന് ശേഷം $140 ബില്യൺ നഷ്ടത്തിൽ അമേരിക്ക തോറ്റു പിന്നം വഴിയപ്പോ ഇന്നും അമേരിക്കക്കാര് കൈപ്പേറോടുകൂടി അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയാണ് വിയറ്റ്നാമുമായിട്ടുള്ള തോൽവി. അമേരിക്കയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവർ ഫൈറ്റ് ചെയ്തു, രാജ്യത്തിന് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. ഇതേപോലത്തെ ഒരു ചരിത്രം നമുക്ക് പറയാനില്ലേ? ബ്രിട്ടീഷും ഇന്ത്യയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന സമയത്ത്, ബ്രിട്ടീഷുകാര് ഇന്ത്യയെ കിടന്ന് ഭരിക്കുന്ന സമയത്ത് ഒരു അർത്ഥനഗ്നായ ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ വന്നപ്പോ ഏറ്റവും വലിയ ആംബിയർ ഉള്ള ബ്രിട്ടീഷുകാരനായ വിൻസൻ ചർച്ചിൽ കളിയാക്കി. ഈ അർദ്ധനഗ്നായ മനുഷ്യനാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാൻ പോണെന്ന് അന്ന് ഗാന്ധിജിയോട് കളിയാക്കിക്കൊണ്ടൊരു ബ്രിട്ടീഷ് പ്രൊഫസർ ചോദിച്ചു, മിസ്റ്റർ ഗാന്ധി, can you believe, can you do liberation of India through no violence? അഹിംസയിലൂടെ നിങ്ങളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ താങ്കൾ സ്വപ്നം കാണുന്നുണ്ടോടോ? അതിന് മാത്രം പൊട്ടനാണോ താനെന്ന് ഗാന്ധിജിയോട് തിരിച്ചു ചോദിച്ചപ്പോ ഗാന്ധിജി ഒരു മറുപടി ചോദിച്ചു, മിസ്റ്റർ, വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? താങ്കളുടെ ജോലി എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഐ ആം എ ഹിസ്റ്ററി ടീച്ചർ, ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഗാന്ധിജി ഒരു മറുപടി പറഞ്ഞുള്ളൂ, മിസ്റ്റർ, യു ടീച്ച് ഹിസ്റ്ററി ബട്ട് വി ക്രിയേറ്റ് ഹിസ്റ്ററി, ദാറ്റ്സ് എ ഡിഫറൻസ്. നിങ്ങൾ ചരിത്രം പഠിപ്പിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചരിത്രം ഉണ്ടാക്കുന്നവരായിരിക്കും. സ്മാർട്ട് വേക്കാർക്ക് ഇന്ത്യയോട് അതേ പറയാനുള്ളൂ. മൾട്ടി ലെവൽ മാർക്കറ്റ് ഒരു പുതിയ ചരിത്രം നമ്മൾ എഴുതാൻ പോവാണ് ഇവിടെ. മണി ചെയിൻ എന്നും ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് എന്നും കേട്ടു പഴകിയവരുടെ മുന്നിലേക്ക് 2020 പൊൻപുലരി കുലക്കുമ്പോ ആൾക്കാർ അഭിമാനത്തോടുകൂടി പറയും, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ഇന്നൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് 8 അക്ഷരമാണ്. ദാറ്റ് ഈസ് SMARTWAY. ദാറ്റ് ഈസ് സ്മാർട്ട് വേ. ആ സ്മാർട്ട് വേയുടെ ചരിത്രത്തിലേക്ക്, വിജയത്തിലേക്ക് അശോക് സാറെ പോലുള്ള ചൊണക്കുട്ടി മുന്നിൽ നയിക്കുമ്പോ അതിന്റെ പിന്നണി പോരാളികളായി നിൽക്കാനുള്ള ആംബിയർ ഉണ്ടാവണം, ആവേശം ഉണ്ടാവണം. എല്ലാ സ്മാർട്ടിനോടും അടുത്ത 90 ദിവസങ്ങൾ കേരളത്തിന്റെയും ഇന്ത്യയുടെയും മൾട്ടി ലെവൽ മാർക്കറ്റ് ചിത്രം എഴുതിത്തിരിക്കാൻ പോകുന്ന ഏറ്റവും മികച്ച ചുണക്കുട്ടികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്നും പറഞ്ഞെടുത്താറുള്ള പോലെ, സുഹൃത്തെ, കാറ്റുള്ളപ്പോൾ കടലാസും പറക്കും, പൂമ്പാറ്റയും പറക്കും, ഭാഗ്യമാണ്. പക്ഷെ കാറ്റ് നിൽക്കുമ്പോ ഒന്നേ പറക്കുള്ളൂ, പൂമ്പാറ്റ മാത്രം. ഭാഗ്യത്തിന് പറക്കാൻ ആഗ്രഹിക്കുന്ന കടലാസ് കഷ്ണങ്ങളാവാതെ പ്രതിസന്ധിയിൽ പോലും പറന്നു വരാൻ ആംബിയറുള്ള പൂമ്പാറ്റകളാവട്ടെ എന്റെ സ്മാർട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള വിജയാശംസകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ് ആൻഡ് ജയ് സ്മാർട്ട് വേ. Thank you so much, sir. Thank you very much for the valuable words. And Royal Abo leaders, please assemble.